എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പരീക്ഷാഫലം മെയ് 20-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. +2വിന് ശേഷം വിദ്യാർത്ഥികൾ ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കോഴ്സുകളെ ഈ ഒരു രീതിയിൽ തരംതിരിക്കാം. അതായത് ബിരുദ കോഴ്സുകൾ, അതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ, അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, അതുപോലെ മെഡിക്കൽ കോഴ്സുകൾ എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഈ ഒരു ബിരുദ കോഴ്സുകളിൽ തന്നെ നിങ്ങൾക്ക് വിവിധ കോഴ്സുകളാണുള്ളത്. അതായത് BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, അതുപോലെ BSc സുവോളജി, അതുപോലെ BSc ബോട്ടണി, അതുപോലെ തന്നെ BSc മാത്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു BSc കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ നിങ്ങൾക്ക് BCA, BBA, അതുപോലെ BA, BCom, BA തന്നെ BA ലിറ്ററേച്ചറാണ്, അതായത് BA ലാംഗ്വേജസ് ആണ് ഉണ്ടാവുക. അതായത് BA മലയാളം, BA ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ BA കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഏവിയേഷൻ കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് LLB പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ BA LLB ഉണ്ട്. അപ്പോൾ നിരവധി ഡിഗ്രി കോഴ്സുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ ഏകദേശം 4ഓളം യൂണിവേഴ്സിറ്റിയാണ് ഉള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഈ ഒരു കുസാറ്റ് എന്നിങ്ങനെ നിരവധി യൂണിവേഴ്സിറ്റികളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റികളുടെ അപേക്ഷകൾ ഏകദേശം നിങ്ങളുടെ +2 റിസൾട്ട് വന്ന ശേഷം ഏകദേശം ജൂൺ മാസത്തോടെ ആരംഭിക്കും. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന വിവിധ കോളേജുകളിൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ +2വിന് സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ BSc സുവോളജി, ബോട്ടണി, അതുപോലെ BSc മാത്സ് എന്നിങ്ങനെ നിരവധി, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം ആ ഒരു എല്ലാവിധ കോഴ്സുകൾക്കും സയൻസ് ഗ്രൂപ്പ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതായത് BSc അല്ല BCA, അതുപോലെ BA, BCom എന്നിങ്ങനെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. നിങ്ങൾ കൊമേഴ്സ് ആണ് പഠിച്ചതെങ്കിൽ BCom, അതുപോലെ തന്നെ BCA, BBA, അതുപോലെ തന്നെ BA എന്നിങ്ങനെ നിരവധി കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളിൽ, അതായത് പോളിടെക്നിക് വഴി നിങ്ങൾക്ക് വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കും. 3 വർഷമാണ് ഡിപ്ലോമ കോഴ്സുകളുടെ കാലാവധി. ചില കോഴ്സുകൾക്ക് ഡിപ്ലോമകൾക്ക് 2 വർഷ കാലാവധിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ ഇനി മുതൽ 4 വർഷ കോഴ്സുകളാണ് ഉണ്ടാവുക. അതുപോലെ 3 വർഷത്തെ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 വർഷം എന്ന് പറയുമ്പോൾ അത് PG കൂടി പഠിക്കുന്നതിന് തുല്യമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 വർഷ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് നെറ്റ് പരീക്ഷ എഴുതാം. അതായത് നെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ പഠിപ്പിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു എലിജിബിലിറ്റിയാണ് നെറ്റ് എന്ന് പറയുന്നത്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ആ ഒരു എലിജിബിലിറ്റി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് പ്രൈവറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2വിന് ശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡാണ് താല്പര്യമെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാം ആയിട്ടുള്ള KEAM 2024 പ്രവേശന പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അതായത് BTech ഏവിയേഷൻ കോഴ്സുകളിൽ, അതായത് നിങ്ങൾക്ക് വിമാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു +2വിന് ശേഷം വിവിധ ഡിപ്ലോമ കോഴ്സുകൾക്ക് പോളിടെക്നിക്, അതുപോലെ ITI എന്നിവ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി പ്രവേശനത്തിന് നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് 4 യൂണിവേഴ്സിറ്റികളിലും പ്രവേശനം ലഭിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു 4 യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷയെല്ലാം ജൂൺ മാസം മുതലാണ് ആരംഭിക്കുക. അതുപോലെ മെഡിക്കൽ കോഴ്സുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് KEAM വഴി, അതുപോലെ നീറ്റ് എക്സാമിനേഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സുകളിലേക്കും പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത്, അതുപോലെ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതനുസരിച്ചാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാർ ഇന്ന കോഴ്സ് പഠിക്കുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന കോഴ്സാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ആ ഒരു കോഴ്സ് ചെയ്യുന്നു എന്ന് കരുതി പോയിട്ട് ആ ഒരു കോഴ്സൊന്നും തിരഞ്ഞെടുക്കരുത്. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യാൻ താല്പര്യം, അതുപോലെ എന്താവാനാണ് താല്പര്യം എന്നുള്ളതനുസരിച്ച് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബിരുദ കോഴ്സുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലിയൊന്നും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം അതായത് സ്കില്ലായിട്ടുള്ള ഏതെങ്കിലും സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കൂടി ചെയ്യുക. നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഏതെങ്കിലും കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലും കോഴ്സുകളാണ്, അതായത് BCom ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ് പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു ഡിഗ്രി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് സൈഡായിട്ട് ആ ഒരു കോഴ്സ് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ജോബ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആ ഒരു +2വിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇനി പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ ഏതാണെന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങൾക്ക് BA LLB പഠിക്കാനാണ് താല്പര്യമെങ്കിൽ CLE എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ ആ ഒരു എൻട്രൻസ് എക്സാം വഴി
നിങ്ങൾക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് അല്ല, ഈ ഒരു അതായത് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലും പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലീ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു LLB അതായത് BA LLB അതായത് വക്കീലാവാൻ താല്പര്യമുള്ളവർക്ക് BA LLB കോഴ്സ് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് TTC അതായത് നിങ്ങൾക്ക് LP UP ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DLED കോഴ്സ് ചെയ്യാം. പണ്ട് TTC എന്നാണ് ആ ഒരു കോഴ്സിന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു കോഴ്സ് ഈ ഒരു DLED എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു DLED കോഴ്സ് ഏകദേശം 2 വർഷമോ 1 വർഷമോ മാത്രമാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. വാലിഡിറ്റി അല്ല, ആ ഒരു കോഴ്സിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് LP UP സ്കൂളുകളിൽ നിങ്ങൾക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാം. ഗവൺമെൻറ് നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യുകയും, അതായത് ഗവൺമെൻറ് ആയാലും നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സ്കൂളുകളായാലും നിങ്ങൾക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കാറ്ററ്റ് പാസ്സാവണം. അതുപോലെ തന്നെ അതായത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റാണ് കാറ്ററ്റ്. അപ്പോൾ അത് പാസ്സാവണം. അതിനുശേഷം നിങ്ങൾക്ക് PSC വഴി ഗവൺമെൻറ് സ്കൂളുകളിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലും അധ്യാപകരാകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിരുദ കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബിരുദ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് അധ്യാപകനാവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BEd കോഴ്സ് ചെയ്യാവുന്നതാണ്. BEd കോഴ്സ് ഏകദേശം 2 വർഷത്തോളമാണ് അതിൻ്റെ കാലാവധി വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിഗ്രി ആണോ അല്ലെങ്കിൽ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത്, ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും അതിൽ നിങ്ങൾ ഏകദേശം ഒരു 55% മുകളിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തുടർ പഠനങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മികച്ച മാർക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് തുടർ പഠന സാധ്യതകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യം, നിങ്ങൾക്ക് എയർ ഹോസ്റ്റസ് ആവാനാണ് താല്പര്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുക. അത് BA ഏവിയേഷൻ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം എന്താണോ ആ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ എന്ത് പഠിക്കുന്നു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ